കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റിലും അതേപോലത്തെ മസാല കടല ഉണ്ടാക്കാം. അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ കടല കല്ലൊക്കെ പിറക്കി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? കടല ഇനി ഇവിടെ ഇരിക്കട്ടെ, നമുക്കിനി അതിനുള്ള മസാല ഉണ്ടാക്കാം. ഇത് മസാല ഉണ്ടാക്കുമ്പോൾ പലരും പല രീതിയിലാണ് മസാല ഉണ്ടാക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് കടയിൽ എങ്ങനെ കിട്ടണോ അതേപോലത്തെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ആദ്യം ഒരു വലിയ പാത്രമാണ് വേണ്ടത്. അതെന്തിനാന്ന് ചോദിച്ചാൽ കടല നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വലിയ പാത്രമാണ് നല്ലത്. ഇനി നമുക്കതിൽ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ ഒരു 1/4 കപ്പ് വരും. ഇതിൽ കാശ്മീർ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണേ, അല്ലെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങണ കളർ കിട്ടത്തില്ല. ഇനി അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടി എടുക്കുമ്പോൾ ഒരേ അളവിൽ വേണം എടുക്കണം. 1/4 കപ്പ് എടുത്താൽ 1/4 കപ്പ്, 1/2 കപ്പ് എടുത്താൽ 1/2 കപ്പ്, അങ്ങനെ. നമുക്ക് ഇതിലിനി ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ തോനെ ഇടരുത്, പാകത്തിന് തന്നെ ഇടാം, അല്ലെങ്കിൽ കടലയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിനിപ്പോൾ മസാലകൾ ഇത്രയൊക്കെ ആവശ്യമുള്ള. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി, അതിന് നന്നായിട്ട് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വലിയ പാത്രം വേണമെന്ന്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഇതേപോലെ മിക്സാക്കി എടുക്കാൻ പറ്റും. നമുക്കിനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് വല്ലാതെ വെള്ളം ആവരുത്. വെള്ളം കൂടിപ്പോയാൽ മസാല കടലയാവില്ല. അതാണ് നമുക്ക് പറ്റണ തെറ്റ്. പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ മാവ് കുഴയ്ക്കുന്നതിൻ്റെ പാകം നമ്മൾ കുഴച്ച് പാത്രത്തിൽ, ഇത് കണ്ടില്ലേ ഒട്ടിപ്പിടിക്കണ, ഇതാണ് പാകം. കണ്ടില്ലേ? ഈ പാകത്തിനെ കുഴയ്ക്കാൻ പാടുള്ളൂ. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കഴുകി വൃത്തിയാക്കി വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 2 കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മസാല എല്ലാ കടലയിലും മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇരുന്നോട്ട് നമുക്കിനി എണ്ണ വെച്ച് കത്തിക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള എണ്ണ തിളപ്പിച്ചെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ മക്കളെ, എന്നിട്ട് വേണം കടല ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി കടല ഇതിൽ വാരി ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ? ഇനി നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കുത്തി കൊടുക്കാം. കുത്തി പറഞ്ഞാൽ അമർത്തി കുത്തരുത് കേട്ടോ, പതുക്കെ ഇങ്ങനെ കട്ട ഉടയുന്ന രീതിയിൽ വേണം കുത്താൻ. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഇത് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്നിച്ചിരി കുറച്ച് വേണം വെക്കാൻ, എന്നിട്ട് വേണം ഇങ്ങനെ ആക്കി കൊടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ കടല? ഇത് കണ്ട നമ്മളെ കടല ഒന്നൊന്നായിട്ട് വന്ന് കണ്ടില്ലേ? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതിയെ, ഒന്നൊന്നായിട്ട് പിറക്കിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ കടല മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. അതിൻ്റെ പരുവ് നോക്കണത് ഇങ്ങനെ എടുത്തിട്ട് ചൂടുണ്ട് കണ്ടില്ലേ? ഇങ്ങനെ ഇതായി വന്നാൽ കടല ആയി എന്നർത്ഥം. ഇത് നമുക്ക് കോരിയെടുക്കാം.
കണ്ടില്ലേ ചില ചിലാന്ന് കേൾക്കണത് ഒക്കെ നമുക്ക് വാരിയെടുക്കാം. കണ്ടില്ലേ ചിലാർന്ന് കേൾക്കണ്, ചിലാന്ന് കേൾക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ അവസാനത്തെ കടല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ കുറച്ച് കരിവേപ്പില ഇട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങോട്ട് പൊരിഞ്ഞ് വന്നിട്ട് വേണം നമ്മുടെ കടലയിൽ ഇട്ട് കൊടുക്കാൻ. നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മുടെ കരിവേപ്പില നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കടലയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല കടല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഒന്ന് ഈ കരിവേപ്പില കടലയിൽ മിക്സാക്കാം. ഈ മസാല കടല എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.